മുഖ്യമന്ത്രിക്കെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടിയില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പച്ചക്കള്ളമെന്ന് കേരള അമീർ പി മുജീബ് റഹ്മാൻ പറയുന്നു. 2011 ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തിയിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ UDFുമായി ചർച്ച നടത്തിയെന്നും പി മുജീബ് റഹ്മാൻ പറയുന്നു. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, 2015 തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടുണ്ട്. പരസ്പരം സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിന്തുണച്ചത്. 2024 CPIഎമ്മിൻ്റെ 3 MP മാർ, തമിഴ്നാട് മധുരയിലെ MP, തമിഴ്നാട് ഗിണ്ടിഗലിലെ MP, രാജസ്ഥാനിലെ സിക്കറിലെ MP, ഈ 3 MP മാരും ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടി വോട്ട് വാങ്ങിയിട്ട് MP മാരായവരാണ്. പിന്തുണക്കുമ്പോൾ ഓക്കെ, പിന്തുണക്കാതിരിക്കുമ്പോൾ ഭീകരവൽക്കരിക്കുക എന്ന് പറയുന്ന ഒരു സമീപനം ഞാൻ നേരത്തെ പറഞ്ഞൊരു പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി ഉള്ള സത്യസന്ധതയ്ക്ക് നിരക്കുന്ന ഒരു സമീപനമല്ല. ഞാൻ പറഞ്ഞല്ലോ, 2019 ഇലക്ഷനിൽ CPനെ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയത്വം മുൻനിർത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, കേരളത്തിൽ മൈനോറിറ്റി ഒറ്റക്കെട്ടായിട്ട് ദേശീയ തലത്തിലെ രാഷ്ട്രീയത്വം മുൻനിർത്തിക്കൊണ്ട് UDFിന് പിന്തുണക്കുന്ന സാഹചര്യം ഉണ്ടായി. 2019 രാഷ്ട്രീയ കാലാവസ്ഥയിലും CPIഎമ്മും ജമാഅത്തും തമ്മിലുള്ള ബന്ധങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടായി, സ്വാഭാവികമായിട്ടുണ്ടായി, കുറച്ചിലുണ്ടായി. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയെ ഈ നിമിഷം വരെ UDF തള്ളി പറഞ്ഞിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി അനഹ ഹർഷൻ ചേർന്നുണ്ട്. അനഹ, കഴിഞ്ഞ ദിവസമാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ മുഖ്യമന്ത്രി തന്റെ നിലപാടുകൾ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ഒക്കെ തന്നെയും തള്ളി ജമാഅത്തെ ഇസ്ലാമി രംഗത്തെത്തിയിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു 2011 അടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ? മുഖ്യമന്ത്രി അടക്കം ഇന്നലെ വരെ വേദികളിൽ പറഞ്ഞിരുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു ധാരണയുമില്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് നേടി ജയിക്കേണ്ട ഗതികേട് CPIഎമ്മിനില്ല എന്ന് CPIഎമ്മിലെ തന്നെ പല നേതാക്കളും ആർജവത്തോടെ പറയുന്നത് നമ്മൾ പല വേദികളും കേട്ടതാണ്. എന്നാൽ ആ വാദമൊക്കെ പച്ചക്കള്ളമാണെന്ന് പറഞ്ഞിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ തന്നെ നേരിട്ട് വന്നുകൊണ്ട് തന്നെ. അവർ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 2011 ആലപ്പുഴയിലെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നേരിട്ട് ചർച്ച നടത്തി. അതായത് മുഖാമുഖം ഇരുന്ന് ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനുമായി നേരിട്ട് ചർച്ച നടത്തിയെന്ന് ജമാഅത്തെ ഇസ്ലാമി പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിൽ പല ഘട്ടത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് 2006, 2009, 2011 ഇങ്ങനെ പല ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ മുഖ്യമന്ത്രി വാങ്ങിയിട്ടുണ്ട്, CPIഎം വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോഴെന്തിന് ഇവർ തങ്ങളെ ഭീകര സംഘടനയായി ചിത്രീകരിക്കുന്നു, തങ്ങളെ തള്ളിക്കളയുന്നു എന്നാണ് അവർ ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം. മറ്റൊന്ന്, പാലക്കാട്ടെ വിജയം. ആ പാലക്കാട് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDFിന് ഉണ്ടായിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഉള്ളത് കൊണ്ട് മാത്രമാണ് പാലക്കാട് UDF ജയിച്ചിരിക്കുന്നത് എന്നുകൂടി ജമാഅത്തെ ഇസ്ലാമി ഇന്ന് പറയുന്നുണ്ട്. അതായത് ഈ BJPയെ തോൽപ്പിക്കാൻ UDFിന് പൂർണ്ണ പിന്തുണ ജമാഅത്തെ ഇസ്ലാമി നൽകിയിട്ടുണ്ട് എന്നാണ് അപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. പിന്നെ എന്തുകൊണ്ട് UDF നേതാക്കൾ ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമി UDFിന് പൂർണ്ണ പിന്തുണ നൽകുമ്പോഴും എന്തുകൊണ്ട് UDF നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നൽകുന്നുണ്ട്, അല്ലെങ്കിൽ അവരോ ഇത്തരത്തിലൊന്നും പ്രതികരണം നടത്താത്തത് എന്ന ചോദ്യത്തിന് അവർ പറഞ്ഞിരിക്കുന്നത് UDF നേതാക്കൾ ഒരു ഘട്ടത്തിൽ പോലും ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിക്കളഞ്ഞിട്ടില്ലല്ലോ എന്നാണ്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. പല ഘട്ടത്തിലും പാലക്കാട്ട് ജയിച്ചിരിക്കുന്നത് UDF ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകളുടെ അല്ലെങ്കിൽ അത്തരം പ്രസ്ഥാനങ്ങളുമായി യോജിച്ചത് കൊണ്ട് മാത്രമല്ലേ പാലക്കാട് ജയിച്ചിരിക്കുന്നത് എന്ന് പല ഘട്ടത്തിലും ചോദിച്ചപ്പോഴും ഒരിക്കൽ പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് തങ്ങൾക്ക് വേണ്ട, ആ വോട്ട് തേടി തങ്ങൾക്ക് വിജയിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ UDF ഒരു ഘട്ടത്തിൽ പോലും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് ഒരു ഘട്ടത്തിൽ പോലും ഈ UDF തങ്ങളെ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ എന്നൊരു ചോദ്യം ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും CPIഎമ്മിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചാണ് ഇത് ഏറെ നിർണായകമായിരിക്കുന്നത്. കാരണം ഇന്നലെ വരെ പല വേദികളും ജമാഅത്തെ ഇസ്ലാമി ഒരു ഭീകര സംഘടനയാണ്, അത്തരത്തിലുള്ള സംഘടനകളുടെ വോട്ട് CPIഎമ്മിന് വേണ്ട, ആ വോട്ട് തേടി ജയിക്കേണ്ട ആവശ്യമില്ല എന്ന് തുടങ്ങുന്ന പല പ്രസ്താവനകളും CPIഎം നേതാക്കളുടെ ഭാഗത്തു നിന്ന് അടക്കം ഉണ്ടായിട്ടുണ്ട്. ഇനി അറിയേണ്ടത്, ഇത്തരത്തിൽ പരസ്യമായി തന്നെ ജമാഅത്തെ ഇസ്ലാമി CPIഎമ്മിനെ പല ഘട്ടത്തിലും പിന്തുണച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് രംഗത്തെത്തിയ സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും CPIഎമ്മിന്റെ മറുവാദം എന്നാണ് നമുക്ക് അറിയാനുള്ളത്. ശരി, അനഘയാണ് വിവരങ്ങൾ നൽകിയത്.